ഹായ് ഗായ്സ്, വെൽക്കം ടു ഐന്ത് കസിൻസ്. ഇന്ന് നമ്മളൊരു കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കട്ട് ചെയ്ത് വെച്ച പൊറോട്ട, പിന്നെ നമ്മൾ ചിക്കൻ, ആക്ച്വലി അൽഫാമിൻ്റെ ബാക്കി ഇങ്ങനെ പിച്ച് പിച്ച് വെച്ചതാണ്. പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ കുറച്ച് ക്യാരറ്റ്, സവോള മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ക്യാബേജാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിറയെ ക്യാബേജ് എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി എടുക്കാം, നല്ല ചുവന്ന തക്കാളി കുറച്ചെടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്. പിന്നെ മല്ലിയില ഫ്ലേവർ കൊടുക്കാൻ നല്ല. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ നമുക്ക് മസാലയ്ക്കായിട്ട് കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, പിന്നെ അത് താഴേക്ക് വേണം, സോറി ഗൈസ്. പിന്നെ പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകം നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പം നിറയെ പെരിഞ്ജീരകം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ്, ഇങ്ങനെ ബേസിക് സാധനങ്ങളെല്ലാം വേണം കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിൽ കുറച്ച് സവോളയൊക്കെ മൂപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് സവോള മൂപ്പിക്കുന്നുണ്ട്. സവോള ഇങ്ങനെ ഇളക്കി വഴണ്ട് വരുമ്പോൾ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യാം. പച്ചമുളക്, ക്യാരറ്റ്, ഈ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് മുട്ട, 2 മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 മുട്ട പൊട്ടിച്ച് നടുവിൽ ഒഴിച്ചു. ഒന്ന് വേവിനെ വരെ നടുവിൽ തന്നെ വെച്ചു. പച്ചക്കറിയൊക്കെ ഒന്ന് സൈഡിലാക്കി വെച്ച് കുറച്ച് സ്പേസ് ഉണ്ടാക്കി. നമ്മൾ വലിയ ചട്ടീനെ എടുത്തിട്ടുണ്ട് ഗൈസ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മുട്ട നടുവിൽ വെച്ച് ഒന്ന് ചിക്കി പൊരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. മുട്ടയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മസാലകൾ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, ഇതെല്ലാം നന്നായി ഇളക്കി അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കൊത്തി വെച്ച ചിക്കൻ, മെയിനായിട്ട് ചിക്കൻ കൊത്തു പൊറോട്ട ഉണ്ടല്ലോ, അപ്പോൾ ചിക്കനാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചിക്കൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത്രയും ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാബേജ് ഇട്ട് ഒരുപാട് വേവിക്കരുത്. ക്യാബേജിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് വേണം, കറുമുറ. അപ്പോൾ അതിനായിട്ട് ക്യാബേജ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിൻ്റെ ഇടയിൽ ഇട്ടു, ഞങ്ങൾ പറയാൻ മറന്നു ഗൈസ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിൻ സാധനം പൊറോട്ട, നമ്മൾ കൊത്തി വെച്ച പൊറോട്ട. നമ്മൾ കുറച്ച് വലിയ പീസാണ്, നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതാക്കാം, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും, നന്നായി മിക്സ് ആവും. ഇത് കുറച്ച് വലിയ പൊറോട്ട പീസാണ്. അതെല്ലാം ഇട്ട് നന്നായി നമ്മളിവിടെ കൊത്തുന്നില്ല, ജസ്റ്റ് ഇളക്കുകയാണേ ഉള്ളൂ. ശരിക്കും തട്ടടിയിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ നന്നായി പാനിലല്ല കല്ലിൽ വെച്ച് ഇങ്ങനെ കൊത്തി ഗ്ലാസ് വെച്ചിങ്ങനെ അടിച്ചടിച്ച് നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വലിയ ചട്ടിയിലിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില, നല്ല പച്ച മല്ലിയില അതിന് മുകളിലിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റിലോട്ട് ഇടാം. നമുക്കിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു പ്ലേറ്റിലാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി നിറയെ ക്വാണ്ടിറ്റി തന്നെ ആ പ്ലേറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മയണൈസ് ഇല്ലാണ്ട് കൊത്തു പൊറോട്ട ഇല്ല ഞങ്ങൾക്ക്, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ ഇഷ്ടം. അപ്പോൾ കുറേ മയണൈസ് വാരി വലിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് കെച്ചപ്പും. ഇനി നമ്മളിത് അങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ പോവുകയാണേ. അപ്പം കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക്സ്.